സമൃദ്ധമായ ഓണം ഉറപ്പാക്കാൻ കൺസ്യൂമർ ഫെഡും രംഗത്തുണ്ട്. സംസ്ഥാന വ്യാപകമായി 1800 ഓണച്ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒപ്പം തന്നെ അരി, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ എത്തിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ മന്ത്രി VN വാസവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളതാണ്. സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർ, എങ്ങനെയാണ് ഓണം വിപണിയൊക്കെ തകർക്കുകയാണ്, പൊടി പൊടിക്കുകയാണ് അല്ലേ? ഇപ്രാവശ്യത്തെ ഓണം ഏറെ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ആദ്യം തന്നെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. പെൻഷൻ 1600 രൂപ കൊടുക്കേണ്ടത് 3200 രൂപ ഒരു കുടിശ്ശികയോടുകൂടി കൊടുത്തു. സ്വാഭാവികമായി നാട്ടുപ്രദേശത്തെ പാവങ്ങളുടെ ക്രയശേഷി വർദ്ധിക്കാൻ ഇടവരുന്നൊരു പശ്ചാത്തലം ഒരുങ്ങുകയായി. കൂടാതെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിച്ചു, ഹരിതകർമ്മസേനയുടെ ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിച്ചു, അതുപോലെ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾക്കെല്ലാം ഫെസ്റ്റിവൽ അലവൻസ് പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാരുടെ ഒരു ഗഡു DA പിടിച്ചു കൊടുത്തു. KSRTCക്കാർക്ക് ഇപ്പോൾ സമയബന്ധിതമായി അവരുടെ ശമ്പളവും അതുപോലെ തന്നെ അവരുടെ ബോണസും ഉൾപ്പെടെയായി. ഇങ്ങനെ എല്ലാ തരത്തിലും ഓണം സമർത്ഥമായി ആഘോഷിക്കാനുള്ള പശ്ചാത്തല സൗകര്യം സംസ്ഥാന ഗവൺമെൻറ് ഒരുക്കിയതുപോലെ തന്നെ പ്രത്യേകമായി സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഓണവിപണി വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വന്നു. അതിൽ കൺസ്യൂമർ ഫെഡ് കഴിഞ്ഞ 26-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ ഉദ്ഘാടനം ചെയ്ത അതിൻ്റെ ഓണം വിപണന മേള 10 ദിവസക്കാലം നീണ്ടു നിൽക്കും. കേരളത്തിലെ 1800 ചന്തകളാണ് പ്രൈമറി സംഘങ്ങൾ മുഖാന്തരം തന്നെ കൺസ്യൂമർ ഫെഡ് വലിയ രൂപത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രൈമറി സംഘങ്ങളാണെങ്കിൽ നാട്ടുപ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിയുള്ള പച്ചക്കറി വിഭവങ്ങൾ ഉൾപ്പെടെ കിട്ടുമ്പോൾ അത് ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ളതും മര്യാദ വിലയ്ക്ക് ലഭിക്കുന്നതുമായ സാഹചര്യം സംജാതമാകുകയാണ്. കൺസ്യൂമർ ഫെഡ് 13 ഇനം ഇപ്പോൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നു. 50% വരെയാണ് വിലക്കുറവ് വരിക. ഇപ്പം അരി, ജയ അരി 33 രൂപയ്ക്ക് കിട്ടും, പുത്തിരി 33 രൂപയ്ക്ക് കിട്ടും, പഞ്ചസാര 35 രൂപയ്ക്ക് കിട്ടും. എല്ലാത്തിലുപരി വെളിച്ചെണ്ണ ഏറ്റവും വലിയ രൂപത്തിലുള്ള രൂക്ഷമായി നിന്നൊരു ഘട്ടത്തിൽ അത് ഏറ്റവും നല്ല സബ്സിഡിയോടുകൂടി ഏതാണ്ട് 16ഓളം സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ ഇപ്പോൾ വിപണിയിലെത്തിച്ച് 339 രൂപയ്ക്ക് കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന രൂപത്തിൽ സബ്സിഡിയോടുകൂടി ഈ 13 ഇനങ്ങളും ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഉൾപ്പെടെ സബ്സിഡിയോട് കൊടുക്കാൻ കഴിയുന്ന രൂപത്തിലുമാണ് കൺസ്യൂമർ ഫെഡ് ഓണം വിപണി ഒരുക്കിയെടുത്തത്. അതിൻ്റെ ഭാഗമായി നാട്ടുപ്രദേശത്തിലെ പ്രൈമറി സംഘങ്ങളിലെ ഓണച്ചന്തകളിലേക്ക് വരുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ച നാട്ടുപ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സഹകരണ സംഘങ്ങൾ പല രൂപത്തിലുള്ള പച്ചക്കറി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരും മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരുമുണ്ട്. 410ഓളം ഇനങ്ങൾ ഇപ്പോൾ സഹകരണ മേഖലയിലെ ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വാങ്ങിയാണ് കൺസ്യൂമർ ഫെഡ് ഓണം വിപണന മേളയ്ക്ക് പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിലുള്ള കച്ചവടം നടക്കുന്നു. യഥാർത്ഥത്തിൽ ഉപഭോക്താക്കൾ ഏറെ സംതൃപ്തരാണ്. ഏറെ ആഹ്ലാദത്തോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ ഈ മാർക്കറ്റുകളിലെത്തി അവരെല്ലാം നിത്യോപയോഗ സാധനങ്ങൾ സംഭരിച്ചു പോകുന്ന സാഹചര്യം എവിടെയും കാണാം. അപ്പോൾ കേരളത്തിലൊട്ടാകെ ഈ ഓണം ഏറ്റവും സമൃദ്ധിയോടുകൂടി സുഭിക്ഷമായി ആഘോഷിക്കാൻ ഗവൺമെൻറ് എല്ലാ പശ്ചാത്തല സൗകര്യം ഒരുക്കി. ഒപ്പം കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും ഈ രൂപത്തിലുള്ള മാർക്കറ്റ് ഇടപെടൽ നടത്തിയോടുകൂടി നമുക്കേറെ ആഹ്ലാദത്തോടെ ആരവങ്ങളോടെ ഓണം ആഘോഷിക്കാം. ഇതാണ് ഓണവിപണിയിലെ ഞങ്ങളുടെ ഇടപെടലിനെ സംബന്ധിച്ചോളമുള്ളത്. അതെ, ഒപ്പം തന്നെ മിനിസ്റ്റർ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ഞെരുക്കമൊക്കെ ഉള്ളൊരു സമയമാണ്.
അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഏറ്റവും, അതായത് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വെളിച്ചെണ്ണ നമുക്കറിയാം ഈ അത്ര മാത്രം വില വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പൊതുജനങ്ങൾക്ക് വളരെയധികം വിലക്കുറവിൽ നൽകുക എന്ന് പറയുന്നു, അതൊക്കെ തന്നെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ കേന്ദ്ര സർക്കാർ ഇത്രയും ഞെരുക്കുമ്പോൾ ഈ മന്ത്രി ജി ആർ അനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു മണി അരി പോലും അധികം നൽകാൻ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ പോലും ഒരാൾ പോലും ഓണത്തിന് പട്ടിണി കിടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു നീക്കങ്ങളൊക്കെ തന്നെ അഭിനന്ദനാർഹമാണ്. മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് സ്പെഷ്യൽ വിഹിതം അരി തരേണ്ടതാണ്. ഒരു മണി അരി പോലും നമുക്ക് പുതിയതായി ഒരു ചന്നില്ലെന്ന് മാത്രമല്ല, നമുക്ക് തരാനുള്ളത് പോലും തരാൻ തയ്യാറാകുന്നില്ല. കൃഷിക്കാരൻ്റെ നെല്ലുവില കൊടുക്കുന്നിടത്താണെങ്കിൽ 1300 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തരാതെ വീഴ്ച വരുത്തിയിരിക്കുന്നു. നമുക്ക് തരാനുള്ള പദ്ധതി വിഹിതങ്ങളായിരുന്നാലും GST വിഹിതങ്ങളായിരുന്നാലും ഇതെല്ലാം സമയബന്ധിതമായി തരാതെ ഏതെല്ലാം തരത്തിൽ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കാവോ ആ രൂപത്തിലെല്ലാം സാമ്പത്തികമായി ഞെരുക്കുന്ന പോലെ തന്നെ ധാന്യങ്ങൾ നമുക്ക് തരേണ്ട അർഹതപ്പെട്ട വിഹിതം പോലും തരാത്ത രൂപത്തിലേക്ക് എടുക്കുകയും ഈ ഓണക്കാലഘട്ടത്തിൽ ഒരു മണി അരി പോലും തരാതിരിക്കുകയും ചെയ്ത വിവേചനാപരമായ സമീപനം, നിഷേധാത്മക, ഒരുപക്ഷെ പ്രതികാരബോധത്തോടുകൂടി കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നുണ്ട്. നമുക്കറിയാം, വയനാട് ദുരന്തമുണ്ടായി നമ്മൾ എത്രയോ വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു. ആ ദുരന്തം യഥാർത്ഥത്തിൽ നമ്മൾ എത്രയോ വലിയ രൂപത്തിൽ കേന്ദ്രത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രി വന്ന് കണ്ടുപോയി യഥാർത്ഥത്തിൽ മഹാദുരന്തമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം ഒരു കുട്ടിക്കൊരു ഉമ്മ കൊടുത്തതല്ലാതെ ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ് അതിൽ നമ്മളെ സഹായിച്ചില്ല. 298 പേരുടെ ജീവൻ മണ്ണിനടിയിൽ പോയതും, അതേപോലെ തന്നെ അനവധി കുടുംബങ്ങൾക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഒരു നാട്ടിലുണ്ടായിട്ടും ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിട്ടും അത്തരമൊരു ദുരന്തത്തിൻ്റെ മുമ്പിൽ കേന്ദ്ര ഭരണാധികാരികൾ ഒരു മനസാക്ഷി കാണിക്കാൻ തയ്യാറായില്ല എന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ സമീപനമാണ് കേരളം അത് ചൂണ്ടിക്കാണിച്ചു. കേരളത്തിലാണെങ്കിൽ സഹകരണ മേഖല ഞങ്ങൾ 640 ലക്ഷത്തോളം രൂപ അവിടുത്തെ വായ്പാ കുടിശ്ശിക എഴുതിത്തള്ളിയപ്പോൾ കേന്ദ്രത്തിൻ്റെ പരിധിയിലുള്ള ഒരു ബാങ്കും, നാഷണലൈസ് ബാങ്കുകളോ അവരുടെ നിയന്ത്രണത്തിലുള്ള മറ്റ് ബാങ്കുകളോ എഴുതിത്തള്ളാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ കേന്ദ്രത്തോട് കേരള ബാങ്കും സഹകരണ മേഖലയും കാട്ടിയ മാതൃക നിങ്ങൾക്കും സ്വീകരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. എന്നിട്ടും ഇതുവരെ ആ കാര്യത്തിൽ ഒരു കനിവും ഉണ്ടായില്ല. ഏറ്റവും പ്രതിഷേധാർഹമായ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് എടുത്തു വരുന്നത് എന്ന് ഇത്തരം അനുഭവങ്ങളിലെല്ലാം നിന്നുകൊണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഓണത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് എല്ലാ സഹായവും സാഹചര്യവും ഓണം സമൃദ്ധമായി ആഘോഷിക്കാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചു. പറഞ്ഞതുപോലെ അത് പ്രാവർത്തികമാക്കി. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരോണ സമ്മാനമായി വയനാട് ചുരം നിർമ്മാണം കൂടി ഇന്നലെ യാഥാർത്ഥ്യമാകുന്ന ശിലകൂടി പാകിയതോടുകൂടി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളെല്ലാം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന ഘട്ടത്തിലേക്ക് കൂടി എത്തിയ ഓണമാണ് കടന്നു വരുന്നത് എന്നെടുത്ത് സൂചിപ്പിക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. തീർച്ചയായും മിനിസ്റ്റർ, എന്തായാലും മിനിസ്റ്റർക്കും നമ്മുടെ കൈരളി കുടുംബത്തിൻ്റെ വക, ഒപ്പം നമ്മുടെ പ്രേക്ഷകരുടെ വകയൊക്കെ ഓണാശംസകൾ നേരുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് മിനിസ്റ്റർ, ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായം കൈരളിയുമായി പങ്കുവച്ചതിൽ. താങ്ക് യു.